ഇന്നു നാം ധ്യാനിക്കാൻ പോകുന്നത് സ്വർഗത്തിൻ്റെ വാതിലെ എന്ന വിശേഷണത്തെക്കുറിച്ചാണ്. വിശുദ്ധ ഫ്രാൻസിസ് ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു: തിരഞ്ഞെടുക്കപ്പെട്ട കന്യകെ, സർവ്വാനുഗ്രഹങ്ങളുടെയും വാതിലാണ് അങ്ങ്. ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ച ആദത്തെയും ഹവ്വയെയും ദൈവം ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. മനുഷ്യരെ പുറത്താക്കിയ ശേഷം ജീവന്റെ വൃക്ഷത്തിലേക്കുള്ള വഴി കാക്കാൻ ഏദൻ തോട്ടത്തിനു കിഴക്ക് അവിടുന്ന് കെരൂബുകളെ കാവൽ നിർത്തി. എല്ലാ വശത്തേക്കും കറങ്ങുന്നതും തീ ജ്വലിക്കുന്നതുമായ ഒരു വാളും അവിടെ സ്ഥാപിച്ചു. ആകാശം കർത്താവിന് മാത്രമുള്ളതാണ്, എന്നാൽ ഭൂമി അവിടുന്ന് മനുഷ്യമക്കൾക്ക് നൽകിയിരിക്കുന്നു. ഭൂമിയിലെ മനുഷ്യന് പാപം മൂലം അടയ്ക്കപ്പെട്ട സ്വർഗത്തിലേക്ക് കയറുവാനുള്ള കവാടമായി മറിയം മാറി. വിശുദ്ധ അപ്രേമാണ് മറിയത്തെ സ്വർഗവാതിൽ എന്ന് വിശേഷിപ്പിച്ചത്. ഒരിക്കൽ വാഴ്ത്തപ്പെട്ട ബ്രദർ ലിയോ ഒരു ദർശനത്തിൽ 2 ഗോവണികൾ കണ്ടു. അതിലെ ചുവന്ന ഗോവണിയുടെ മുകളിൽ ഈശോമിശിഹായും വേറൊരു വെളുത്ത ഗോവണിയുടെ മുകളിൽ പരിശുദ്ധ അമ്മ നിൽക്കുന്നതുമായും കണ്ടു. ഏതാനും പേർ ചുവന്ന ഗോവണിയിൽ 2 തവണ കയറാൻ പരിശ്രമിച്ചെങ്കിലും താഴെ വീണു. അവരോട് പിന്നീട് വെളുത്ത ഗോവണിയിൽ കയറാൻ ആവശ്യപ്പെടുന്നതായും ബ്രദർ ലിയോ കണ്ടു. പരിശുദ്ധ കന്യക തൻ്റെ കരങ്ങൾ നീട്ടിക്കൊടുത്തു. അവർ പറുദീസായിലേക്ക് ആരോഹണം ചെയ്യപ്പെട്ടു. ലോറൻസിലെ വിശുദ്ധ റിച്ചാർഡ് പറയുന്നു: പരിശുദ്ധ മറിയം പറുദീസായിലെ മിസ്ട്രേറ്റ് ആണ്. എന്തെന്നാൽ നാഥ തൻ്റെ ഇഷ്ടം പോലെ കൽപ്പനകൾ പുറപ്പെടുവിക്കുന്നു. അമ്മയ്ക്ക് ഇഷ്ടമുള്ളവരെ അമ്മ അവിടെ പ്രവേശിപ്പിക്കുന്നു. മാതാവാകുന്ന വാതിലിലൂടെയല്ലാതെ ആരും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല എന്ന് വിശുദ്ധ ബൊനവെന്തൂര മെൽപ്പൻ പഠിപ്പിക്കുന്നു.